കുന്നത്തൂരിലെ LDF സ്ഥാനാർത്ഥി കോവൂർ കുഞ്ഞുമോൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കുന്നത്തൂർ തഹസിൽദാർ മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. കുന്നത്തൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി കോവൂർ കുഞ്ഞുമോൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കുന്നത്തൂർ തഹസിൽദാർ ജോൺ സാമിന് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. ശാസ്താംകോട്ട ഫിൽറ്റർ ഹൌസിന് സമീപത്തു നിന്നും പാർട്ടി നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. ഡോക്ടർ PK ഗോപൻ, PK ശിവശങ്കരപിള്ള, ഉഷാലയം ശിവരാജൻ, സെഡ് ആന്റണി, ശങ്കരപിള്ള തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. 6ാം തവണയാണ് കോവൂർ കുഞ്ഞുമോൻ മത്സരരംഗത്തിറങ്ങുന്നത്. നമ്മുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കുന്നത്തൂർ താലൂക്കിൽ ഒരു സബ് RTO അതിൻ്റെ പ്രവർത്തനം ചക്കുളിൽ ആരംഭിക്കാൻ കഴിഞ്ഞതും ഈ ഘട്ടത്തിൽ ആണ് എന്ന് നിങ്ങളെ അറിയിക്കുക. മണ്ഡലത്തുരുത്ത് ഗ്രാമപഞ്ചായത്തിൽ വളരെ വർഷങ്ങളായി അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു കൊന്നയിൽ കടവ് പാലം ഏതാണ്ട് 49 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പടിഞ്ഞാറക്കലയുടെ ഗ്രാമപഞ്ചായത്തിനെയും മണ്ഡലത്തുരുത്ത് ഗ്രാമപഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കല്ലട ആറിന് കുറുകെ ഏതാണ്ട് 48 കോടി രൂപ അനുവദിച്ചുകൊണ്ട് കണ്ണങ്കാട്ട് കടവ് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് ടെൻഡർ നടപടി പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പടിഞ്ഞാറക്കലടയിലെ വെട്ടിയതോട് പാലം നിർമ്മിച്ച് നമ്മുടെ നാടിന് സമർപ്പിക്കപ്പെടുകയുണ്ട്. നമ്മുടെ അസംബ്ലി മണ്ഡലത്തിൽ 10 ഗ്രാമപഞ്ചായത്തുകളിലായി കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ കുടിവെള്ള പദ്ധതിക്കായി 139 കോടി 76 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് നടന്നു വരുന്നത്. അത് ഞാങ്കടവ് പദ്ധതിയും ശൂരനാട് പദ്ധതിയും മൈനാഗപ്പള്ളി പദ്ധതിയും അങ്ങനെ ഓവർഹെഡ് ടാങ്ക് പണിഞ്ഞുകൊണ്ട് കുന്നത്തൂർ മണ്ഡലത്തിലെ മുഴുവൻ വീടുകളിലും ശുദ്ധമായ ജലം എത്തിക്കുക, അതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.